ഇന്ന് രണ്ടാം വട്ടം CJPയുമായി ചർച്ചയും നടത്തി. അപ്പോഴും നീറ്റല്ല യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നം എന്നുള്ളതാണ് പുറത്തു വരുന്നത്. കാരണം നീറ്റാണെങ്കിൽ ഇത്രയധികം മെഷേഴ്സ് ഏത് സർക്കാരിന്റെ കാലത്താണ് എടുത്തിട്ടുള്ളത്? ഏതെങ്കിലും ഒരു സർക്കാർ ഒരു ചോദ്യപേപ്പർ ചോർച്ചയോട് ഇത്ര ക്രിയാത്മകമായി ഇടപെട്ടിട്ടുണ്ടോ? അത് ശരിയായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ആൻറ്റി പേപ്പർ ലീക്ക് ലെജിസ്ലേഷൻ്റെ ബില്ല് ഇന്നിപ്പോൾ അതിന് ക്യാബിനറ്റ് അംഗീകാരം നൽകിയിട്ടുണ്ട്. നേരത്തെ നീലിമ പറഞ്ഞതുപോലെ 10 വർഷം തടവും 10 കോടി രൂപ പിഴയും വിധിക്കാവുന്ന അതിശക്തമായൊരു നിയമം. അതായത് നേരത്തെ നമുക്കറിയാം അൺഫെയർ പ്രാക്ടീസുകൾക്ക് നേരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പറും അട്ടിമറിയും ഈ പരീക്ഷാ അട്ടിമറികളുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിയമം 2024 ഇപ്പോൾ ഇനി വരാനിരിക്കുന്ന നിയമം ഇത് പാസ്സാവുകയാണെങ്കിൽ 2026 പുതിയൊരു നിയമം ഉണ്ടാകുന്നു. അത് വൈകാതെ തന്നെ നോട്ടിഫൈ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ബില്ലും കൂടെ വരികയാണെങ്കിൽ കുറേ കൂടി കണിശമായി ഇക്കാര്യത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമെന്നുള്ളത് ഒരു നിയമപരമായ ഒരു നേട്ടം തന്നെയാണ്. പക്ഷേ വേറൊരു വിഷയം ഇപ്പോൾ ഗൗതമൊക്കെ പരാമർശിച്ച ഉമർ ഖാലിദിനെ തുറന്നു വിടണമെന്നാണ് ഒരാവശ്യം അവർ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് തുടക്കത്തിൽ അങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ വന്നു. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു കൃത്യമായ നേതൃത്വമില്ലാത്ത ഒരു പൊട്ടിത്തെറിച്ച സമരം എങ്ങനെയൊക്കെ വ്യവസ്ഥകളില്ലാതെ അതിൻ്റെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ശ്രമം നടത്തുമോ എന്നതിൻ്റെ തെളിവാണ്. ഇത് തുടർച്ചയായി ഒന്നിന് മുകളിൽ ഒന്ന്, ആ പ്രശ്നം തീരുമ്പോൾ വേറൊന്ന്, ഇത് തീരുമ്പോൾ വേറൊന്ന്. ഇന്ന് രണ്ടാം വട്ടം ചർച്ച നടത്തി 2 മണിക്കൂറോളം ചർച്ച നടന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഒരു ന്യൂട്രലായ ഏരിയയിൽ ചർച്ച വേണം. ചർച്ച നടന്നത് എവിടെയാണ് സ്ഥലം? VP ഹൗസിലാണ്. അതായത് സ്വതന്ത്രമായൊരിടത്ത് ചർച്ച നടക്കണം. MP-മാരൊക്കെ താമസിക്കുന്ന കുറേ ബിൽഡിങ്ങുകളുടെ സ്ഥലത്ത് സ്വതന്ത്രമായി ഞങ്ങൾക്ക് വിശ്വാസമുള്ള സ്ഥലത്ത് വേണം ചർച്ച നടക്കാൻ. കാരണം അവിടെയൊക്കെ പോയി തിരിച്ചു വരുമെന്ന് താങ്കൾക്ക് ഉറപ്പ് വേണം. അതിനൊന്നും തെറ്റൊന്നുമില്ല. കാരണം അതൊക്കെ അങ്ങനെയൊക്കെ വേണം. അങ്ങനെയൊക്കെ സ്വതന്ത്രമായ ഒരു ചർച്ചയ്ക്ക് അവർ തയ്യാറായി. JP നദ്ദ പോലുള്ള കേന്ദ്രമന്ത്രിമാരൊക്കെ അവിടെ എത്തുകയും ചെയ്തില്ല. അപ്പോൾ ആ പ്രശ്നമൊന്നും അവിടെ ഇല്ല. അത് നമുക്ക് എതിർക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചർച്ചകൾക്ക് തയ്യാറാകുന്ന ഒരു സാഹചര്യം കൃത്യമായി ഉണ്ടാകുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന ഒരു നീക്കം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നൊരാവശ്യം, അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല എന്നൊരു നിലപാട്, ഇങ്ങനെയൊക്കെ എല്ലാം കൂടി ഇതിപ്പോൾ ആരോട് ചർച്ച ചെയ്യണം, എങ്ങനെ ചർച്ച ചെയ്യണം, എന്ത് ചർച്ച ചെയ്യണം എന്നൊന്നും എത്തും പിടിയും കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇതിനിടയ്ക്കാണ് ഇന്ന് ഗൗരവമായി വാർത്തകളിൽ നിറഞ്ഞു നിന്നൊരു വിഷയം വരുന്നത്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ തന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഗൗതം പറഞ്ഞ കാര്യങ്ങൾ, നീലിമ പറഞ്ഞ കാര്യങ്ങൾ, ഇന്നലെയും ഇന്നുമൊക്കെയായി നമ്മളെല്ലാവരും ഈ ചർച്ചകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വസ്തുതയാണെന്ന് അദ്ദേഹം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ പേരും ഒപ്പുമിട്ട് ഒരു കത്ത് അയച്ചിരിക്കുകയാണ്. തുറന്ന കത്ത് വിട്ടിരിക്കുകയാണ്. ഈ തുറന്ന കത്തിൽ പറയുന്നത് ഒരു നേതാവിന് ജോർജ് സോറോസുമായി ബന്ധമുണ്ട്. ഇതിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. ജോർജ് സോറോസ് ഹാസ് ബീൻ റിസീവിങ് ഹ്യൂജ് ഫണ്ട്സ്. അദ്ദേഹം കുറേയൊക്കെ ഫണ്ടുകൾ വാങ്ങുന്നുണ്ട്. ജോർജ് സോറോസുമായി ബന്ധമുള്ളൊരു രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് കാര്യം മനസ്സിലായി. രാഷ്ട്രീയ നേതാവ് രാഹുലാണെന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ അതൊന്ന്. രണ്ടാമത്തത്, ഇവിടെ നിയമവാഴ്ച തടയുകയും ഈ ഡീസ്റ്റെബിലൈസ് ചെയ്യുകയുമാണ്, ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുകയുമാണ് ഇവരുടെ ലക്ഷ്യമെന്ന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ പറയുന്നു. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേവലം ഏതെങ്കിലും പഞ്ചായത്ത് കൗൺസിലോ മീറ്റിംഗ് കൗൺസിലോ അല്ല. ഈ നാട്ടിൽ ആരൊക്കെ അഭിഭാഷകരായി സേവനം ചെയ്യണം എന്ന് തീരുമാനിക്കാൻ അധികാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി സംവിധാനമാണ് ബാർ കൗൺസിൽ എന്ന് പറയുന്നത്. ഇത് വെറുതെ ഏതെങ്കിലും ഒരാളെ പിടിച്ചിരുത്തിയിട്ടുള്ള ആളൊന്നുമല്ല ഈ ബാർ കൗൺസിൽ ചെയർമാൻ. അദ്ദേഹം സുപ്രീം കോടതി അഭിഭാഷകനും കൂടിയാണ്, മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകനും കൂടിയാണ് മനൻ കുമാർ മിശ്ര എന്ന് പറയുന്ന വ്യക്തി. നിരവധിയായ വിഷയങ്ങൾ അക്കാര്യത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. ഇതിൽ ഈ സാധാരണ ചെറുപ്പക്കാരായ കുട്ടികളെ വഴിതെറ്റിക്കുന്ന, ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതും ഇന്ന് അദ്ദേഹം പറഞ്ഞതും നാളിതുവരെയായി പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ വിഷയം, ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാനുള്ളൊരു വഴി മാത്രമായി ഈ CJP സമരം മാറുന്നു എന്നാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഉമർ ഖാലിദിനെ തുറന്നു വിടണമെന്ന് ഇന്ന് വരുന്ന ആവശ്യം. ഇനി നാളെ വേറൊന്നായിരിക്കും ആവശ്യം. മറ്റന്നാൾ ആർട്ടിക്കിൾ 370 റീഇൻസ്റ്റേറ്റ് ചെയ്യണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചതിന് പിന്നാലെ അത് ഏതാണ്ട് സമാനമായൊരു ആവശ്യം ഇപ്പോൾ വന്നിരിക്കുന്നു. ഇതൊക്കെ നേരത്തെ ഗൗതം പറഞ്ഞ ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളെ സാധൂകരിക്കുന്ന ചില വിഷയങ്ങളാണ്. പിന്നെ ഈ ബാർ കൗൺസിൽ ചെയർമാൻ്റെ ഭാഗത്തു നിന്നൊക്കെ കൃത്യമായൊരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നൊരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായതേ എനിക്കറിയില്ല. കാരണം അത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ കൃത്യമായൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അദ്ദേഹം പക്ഷപാതിയാണ് എന്ന് ആരോപിക്കാനൊക്കെ നമുക്ക് പറ്റുമെങ്കിലും അതൊന്നും വസ്തുത നിരക്കുന്നതല്ല. കാരണം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റെക്കോർഡിലാണ് ഈ സാധനം വന്നിരിക്കുന്നത്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഇവിടെയുള്ളൊരു ഹൈ പ്രൊഫഷണൽ ബോഡിയാണ്. സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യണോ, ലോക്കൽ കോടതിയിൽ അല്ലെങ്കിൽ സബോർഡിനേറ്റ് കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നയങ്ങളാണ്. അത്തരത്തിലൊരു സ്ഥാപനത്തിൻ്റെ മേലധികാരി വരെ ഇത് പറയുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വ്യക്തതയില്ലാത്ത ഒരു നിലപാടിലേക്ക് ഈ CJP ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ആരോട് ചർച്ച ചെയ്യണമെന്നൊരു ഡയലമയിലാണ് ഇപ്പോൾ ഒരു പരിധിവരെ ഭരണകൂടം എത്തിപ്പെടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു ചർച്ച ഒരാളോട് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ നാളെ വേറൊരാൾ ഞങ്ങളാണ് നേതാക്കന്മാരെന്ന് പറഞ്ഞു വന്നാൽ എന്ത് ചെയ്യും? ഇതിൻ്റെ വ്യവസ്ഥയില്ലല്ലോ. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അതൊരാൾ, ആ വ്യക്തിയോട് ചർച്ച ചെയ്യാം.
ഏതെങ്കിലും ആൾ ഞാൻ BJP കാരനാണെന്ന് പറഞ്ഞ് വരുന്ന കാര്യം ഉണ്ടാവില്ല. അത് ഏത് പാർട്ടിക്കും ഇല്ല. ഇപ്പോൾ MA ബേബി ആയാലും ജനറൽ സെക്രട്ടറി CPIM എന്ന് പറഞ്ഞ് വേറൊരാൾ വരില്ല. ഇതുപോലെ ഇത് വേറൊരാൾ വന്നാൽ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള സങ്കീർണതകളിലേക്ക് ഈ കാര്യങ്ങൾ പോവുകയാണ്. ഇത് ചെയ്യാനുള്ളതൊന്നേ ഉള്ളൂ, നിയമപരമായ നടപടികളും അല്ലാത്ത പരിപാടികളുമൊക്കെ നിയമം നിർമ്മിക്കുക, അത്തരത്തിലുള്ള പാർലമെൻ്ററി ആക്ടിവിറ്റീസ് നടത്തുക, പാർലമെൻ്ററി എനാക്ട്മെൻറ്റ് ഓഫ് പുതിയ ലോകൾ നടത്തുക, എന്താണെങ്കിൽ അതിൻ്റേതായ നടപടികൾ, പാർലമെൻറ്റിൻ്റെ ബിസിനസ് നടക്കട്ടെ, ഗവൺമെൻറ്റിൻ്റെ ബിസിനസ് നടക്കട്ടെ. ഇതൊക്കെ നേരത്തെ ഉണ്ടായതിനേക്കാൾ ശക്തമായ രീതിയിൽ ഇത് കെട്ടടങ്ങാനുള്ള തുടക്കമാണ്, ആളിക്കത്തൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അതായത് ഇന്ന് ബാർ കൗൺസിൽ അധ്യക്ഷൻ പറഞ്ഞ ഒരു അവസാനം അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഈ രാജ്യത്തെ ദുർബലമാക്കാനുള്ള വളരെ കൃത്യമായ ബോധപൂർവമായ നീക്കങ്ങളാണ് അവിടെ നടക്കുന്നത്. പ്രത്യേകിച്ചും വളരെ പൊളിറ്റിക്കലി സെൻസിറ്റീവായ ഒരു സമയം, അതായത് പാർലമെന്റ് സമ്മേളനം. ആ പാർലമെന്റ് സമ്മേളനത്തിന്റെ തലേ ദിവസം മുതലാണല്ലോ ഇത്തരത്തിൽ വലിയ ഒത്തുചേരലുകൾ, കൂടിച്ചേരലുകൾ അവിടെ നടക്കുന്നതും എല്ലാ രാജ്യവിരുദ്ധരും ഒരുമിച്ച് ഒറ്റ ബാനറിന് കീഴിൽ അണിനിരക്കുന്ന സംവിധാനം ഉണ്ടായതും.